കാത്തിരിപ്പിനൊടുവിൽ ബംഗളൂരുവിനും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിച്ചു. മുംബൈ ബംഗളൂരു റൂട്ടിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുക. 1100 കിലോമീറ്ററിലേറെ ദൂരമുള്ള റൂട്ടിൽ നിലവിൽ ട്രെയിനുകൾ 22 മണിക്കൂറോളമാണ് സർവീസിനെടുക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നതോടെ സമയത്തിൽ 6 മണിക്കൂറിന്റെ വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. IT നഗരമായ ബംഗളൂരുവിനെയും രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് അനുമതി നൽകിയിരിക്കുന്നത്. ബംഗളൂരു സെൻട്രൽ MP PC മോഹനന് അയച്ച കത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. KSR ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ സ്റ്റേഷനിലേക്കാകും വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ സർവീസ്. അതേസമയം രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ഇറങ്ങിയത് മുതൽ എന്നാകും കേരളത്തിന് ട്രെയിൻ ലഭിക്കുക എന്ന ആകാംക്ഷയിലാണ് കേരളം. കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽപാത കേരളത്തിന് അനുവദിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ വന്ദേ ഭാരതിന്റെ കൂടുതൽ സർവീസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം 12 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ പുറത്തിറങ്ങുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിൽ കേരളത്തിനും സർവീസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രധാനമായും 3 റൂട്ടുകളാണ് കേരളത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനായി പരിഗണനയിലുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം ചെന്നൈ എന്നിവയാണ് ഈ റൂട്ടുകൾ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.